ഇപ്പോൾ 20 വർഷമായില്ലേ UK-ൽ വന്നിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ചേർത്ത് ഒരു 20-23 വർഷത്തെ ഒരു സർവീസ് കാണില്ലേ ബ്രോയ്ക്ക് നഴ്സിംഗ് ഫീൽഡിൽ? 2000-ലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ കറക്റ്റ് ഏകദേശം 2024 23 വർഷം 23 വർഷം വന്നിട്ടോ. ഈ 23 വർഷം ചെയ്ത നഴ്സിംഗ് ജോലി ഇതായിരുന്നു ബ്രോയുടെ ഇഷ്ടപ്പെട്ട ജോലി? ആഗ്രഹമുള്ള ജോലിയാണോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുഴപ്പിച്ച ചോദ്യമാണ്. ആഗ്രഹമുള്ള ജോലിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ നഴ്സിങ്ങിന് വന്ന കഥ ഇതിനു മുമ്പ് പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ ആദ്യം കോളേജിൽ ജോയിൻ ചെയ്യുന്നത് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞ BMRT എന്ന് പറയുന്ന കോഴ്സിനാണ്. ഒരു 3 മാസം 4 മാസം കഴിഞ്ഞു. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഒരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോഴത്തേന് 6 മാസം കഴിഞ്ഞു എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് തോന്നി ക്ലാസ്സിൽ ആകെ ഭയങ്കര പെണ്ണുങ്ങൾ ഭയങ്കര കുറവാണ് ക്ലാസ്സിൽ. അങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നഴ്സിംഗിൽ ഒരു വേക്കൻസി വന്നു. അപ്പം അന്ന് ഈ നഴ്സിംഗിൽ നല്ല ഹൈ മാർക്ക് ഉള്ളവർക്കേ കിട്ടൂ. സയൻസ് സബ്ജക്റ്റിന് കേരളത്തിലാണെന്ന് ആലോചിക്കണം. കേരളത്തിൽ ആകെയുള്ള ഒരു ഒറ്റ സെൽഫ് ഫൈനാൻസിങ് കോഴ്സാണ്, ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേഡീസിന് നല്ല മാർക്കുള്ളവരാണ് വരുന്നത്. അപ്പോൾ ഈ സയൻസ് സബ്ജക്റ്റിന് നല്ല മാർക്കുള്ള ലേഡീസിനാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പം എനിക്കങ്ങനെ കിട്ടിയില്ല. ഞാൻ ആദ്യം അപ്ലൈ ചെയ്തെങ്കിലും എൻ്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം വീട്ടുകാരെല്ലാം നഴ്സിംഗിനെതിരാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും പോയിട്ടില്ല. ഇപ്പോഴും ആരെങ്കിലും അടുത്ത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെ ഫ്രണ്ട്സല്ല എൻ്റെ കസിൻസിനോടോ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, രക്ഷപ്പെടാമെന്ന് പറഞ്ഞാലും ചെയ്യാത്തവർ ഇഷ്ടം പോലെ പേരുണ്ട്, എനിക്കറിയാം. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നഴ്സിംഗിൽ വേക്കൻസി വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ക്ലാസ്സിൽ 50 പിള്ളേരാണെന്ന് തോന്നുന്നു. 50 പിള്ളേരിൽ 47 പെൺപിള്ളേർ. അന്ന് 2 ആണുങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ച് കൊള്ളാം. സത്യം പറഞ്ഞാൽ ആ കാലഘട്ടം വരെ ഞാൻ സ്ത്രീകളുമായിട്ട് അധികം ഇടപെട്ടിട്ടില്ല. കാരണം നമ്മുടെ ലൈഫ് അറിയാമല്ലോ. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നു, നമ്മുടെ സൈഡിലുള്ള ബെഞ്ചിലിരിക്കുന്നു, സ്ത്രീകളെ കാണും നോക്കുന്നു. അവരെന്തോ വലിയൊരു സംഭവമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്നവർ. അന്നത്തെ അസൂയ എന്ന് പറയുന്നത് മൊബൈലും മറ്റൊന്നും ഇല്ലല്ലോ. അന്നത്തെ അസൂയ എന്ന് പറയുന്നത് നമുക്ക് കൂടിയിരിക്കുന്നവൻ മറ്റേ സ്ത്രീകളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അസൂയ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് കുറേ സ്ത്രീകളുമായിട്ടൊന്ന് സമ്മതിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യമായ നഴ്സിംഗ് എടുത്തത്. എൻ്റെ ക്ലാസ്മേറ്റിന് എല്ലാവർക്കും ഈ കഥകൾ അറിയാവുന്നതാണ്. അപ്പോൾ അതാണ് നഴ്സിംഗ് ഞാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് എനിക്കും അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ എന്നോട് പലരും പറഞ്ഞു, നീ നഴ്സിംഗ് പഠിച്ചാൽ ഡയറക്റ്റ് നഴ്സിംഗ് സൂപ്രണ്ടാണ്, അറിവില്ലായ്മ അതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കൊള്ളാം. അങ്ങനെ നഴ്സിംഗ് പഠിച്ചു. അങ്ങനെ നഴ്സിംഗ് സൂപ്രണ്ടാവാന്നൊക്കെ പറഞ്ഞു. പഠിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലരും ആ കാലഘട്ടത്തിലാണ് പലരും പുച്ഛത്തോടെയുള്ള സംഭാഷണമൊക്കെ ഉണ്ട്. നീ മെയിൽ നഴ്സ് എന്ന് പറയാൻ തന്നെ എനിക്ക് തന്നെ ഒരു മടി. ബട്ട് അൾട്ടിമേറ്റ്ലി ഐ ക്യാരിഡ് ഓൺ. എന്നാൽ എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വെളിയിൽ വല്ലതും പോവാം. പിന്നെ വീട്ടുകാർക്കും വലിയ പ്രശ്നമില്ലാതായി, കാരണം അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നഴ്സിംഗിലെത്തുന്നത്. നഴ്സിംഗിലെത്തി ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ ഒരു ഹെല്ലായിരുന്നു ഒരു 3 വർഷം. റിയലി ഹെൽ. ഒന്നാം ഞാൻ ഈ ജോലി എൻജോയ് ചെയ്യുന്നില്ല. പിന്നെ പേഴ്സണൽ കെയറിങ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഓരോരുത്തർക്കും ഓരോ ഡെസ്റ്റിനി ഉണ്ട്. ഞാൻ ആ പേഴ്സണൽ കെയറിങ്ങിലോ അല്ലെ അങ്ങനത്തെ ഉള്ളൊരു ഇതിലല്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെ ആ ഹെൽ എന്ന് പറഞ്ഞാൽ ഈ UK ഞാൻ വെറുത്ത സമയങ്ങളാണ് ആദ്യത്തെ 3 വർഷം. അപ്പോൾ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തതെങ്കിൽ ആ ഒരു ഹെൽത്ത് ടൈമിലൂടെ പോകുമ്പോൾ? കണ്ടിന്യൂ ചെയ്തത് കംഫർട്ടബിൾ സോൺ. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്. കംഫർട്ട്. ഒന്നാമത് അത്യാവശ്യം കാശ് കിട്ടുന്നുണ്ട്, ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. കാശ് എന്നുള്ളൊരു അൾട്ടിമേറ്റ് ഗെയിമാണ് അന്ന് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ഞാനായിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിൽ ഗ്യാരണ്ടീഡായിട്ടും ഞാൻ അത് ആ പ്രൊഫഷൻ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്തേനെ. ബട്ട് അതിനുശേഷം ഞാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. അതിനുശേഷം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഓഫീസ് എൻവയോൺമെൻറ്റിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് തന്നെ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നഴ്സിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നഴ്സിംഗ് ഈസ് എന്താ പറയുക, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇത്ര ഏരിയാസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ ഒരു പ്രൊഫഷനും ഇല്ല. അങ്ങനെ ആരെങ്കിലും പറയണമെന്ന് ഞാൻ ചലഞ്ച് ചെയ്യാം. കാരണം ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നിന്ന് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് എനിക്ക് മാറാൻ പറ്റും. മനസ്സിലായി. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബ്രോ ഇപ്പോൾ പറയുന്നതിലെല്ലാം വർക്ക് വൈസ് ആണ് സംസാരിച്ചത്. അപ്പോൾ എപ്പോഴും ഒരു എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയർ റിലേഷൻഷിപ്പാണ് ബ്രോയുടെ ലൈഫിൽ മെയിൻലി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയിഡ് എന്നുള്ളൊരു കാറ്റഗറി എന്തുകൊണ്ട് ഇതുവരെ ചിന്തിച്ചിട്ടില്ല? അങ്ങനെ അതോ ഈ ജോലി ലൈഫാണ് ബെസ്റ്റ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്? ജോലി ലൈഫാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴാണ് എനിക്ക് ചിന്തകൾ കഴിഞ്ഞ ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ ഓണ്ടർപ്രണർഷിപ്പും ബിസിനസ്സും ഇങ്ങനെയൊക്കെയുള്ള മേഖലകളുണ്ടെന്ന് മനസ്സിലായത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വളരുന്നത്. ഞാൻ വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ അല്ലെ എൻ്റെ പേരൻസ്
അവർ എന്നെ സെക്യൂർ ആക്കുക, ഒരു കംഫർട്ടബിൾ സോണിലാക്കണം എന്നാണ് അവരുടെ ചിന്ത. അല്ല റിസ്ക് എടുക്കുക, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടം മുതലേ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ കേട്ടതും അതെ എക്സാക്ട്ലി. മാത്രമല്ല എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് ആ കാലഘട്ടത്തിൽ എൻ്റെ പേഴ്സണാലിറ്റി രണ്ടാണ്. എന്നെ പണ്ടറിയാവുന്ന അന്യൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കാലഘട്ടം വരെ നമ്മൾ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത് ആ കാലഘട്ടം മുതൽ നമ്മുടെ പേഴ്സണാലിറ്റി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. അപ്പം എന്നെ മനസ്സിലാക്കുന്നവർ എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് ഞാൻ ഒരു ബിസിനസ് ചെയ്ത് ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ലായിരുന്നു. കാരണം ഞാൻ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് സംഭവം കിട്ടുക. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ എന്നെ ഇരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ മൂഞ്ചിയ പരിപാടിയായി. അപ്പം എന്തായാലും നമുക്ക് നിങ്ങളുടെ കഥയിലേക്ക് ഒന്ന് കടക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ ഞാൻ താൽക്കാലികമായി സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ കരിയർ ഗോൾസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ വന്ന സമയം തൊട്ടേ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 18 വയസ്സിൽ വന്നതാണ്. വന്ന സമയം തൊട്ടേ ചെയ്യാത്ത പലതരം ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിത്തം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടില്ല. അത് സ്കൂൾ കാലഘട്ടം തൊട്ടേ പഠിക്കാൻ പറ്റും, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ബട്ട് അതിന് എന്താണ് ഇതുകൊണ്ട് ഞാൻ അച്ചീവ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഫീലിംഗ് അന്നേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഉഴപ്പിക്കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ നെവർ ഫോക്കസ്ഡ് ഓൺ എ കരിയർ. അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ, റീറ്റെയിൽ മാനേജർ ആയിരിക്കുന്ന സമയത്ത് പോലും എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ 0. എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോയി നിൽക്കുമ്പോൾ ഐ നോ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് എനിക്കറിയാം, ഞാൻ അക്കൗണ്ടബിൾ ആണെന്ന് എനിക്കറിയാം. പക്ഷേ 0 എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, എന്നെ എണീറ്റൊന്ന് ഒരു പണി ചെയ്യാനുള്ള മനസ്സ് പോലും ഇല്ല. പക്ഷെ അങ്ങനെ ഇത്രയും മോട്ടിവേഷൻ ഇല്ലാതെ ബ്രോ എന്തിനാണ് ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല പണികളും ചെയ്തത്, ഈ ജോബിലും ആ ജോബിലും വന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ജോലി, അതായത് നമ്മളിപ്പോൾ റീറ്റെയിലിൽ ഫണ്ടിന് ഒരു കയറിയ ഒരാളാണ് ഞാൻ. ജസ്റ്റ് സെയിൽസ് ഫില്ലിങ് ചെറുപ്പമല്ലേ. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സൂപ്പർവൈസർ പൊസിഷൻ തരുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു ഡോപ്പമിൻ പോലത്തെ സാധനമാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു സൂപ്പർവൈസർ. ഞാൻ ചെറുപ്പമാണ്, യെസ് ഓക്കെ, ഇൻട്രസ്റ്റ് ആയി. കുറച്ച് നാൾ ഓടിയപ്പോൾ ഇൻട്രസ്റ്റ് ലെവൽ 0 ആയി തുടങ്ങി. ഞാൻ പറഞ്ഞു ഐ എം ഗോയിങ് ടു ലീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലി വിട്ടു. അപ്പോൾ വീണ്ടും മാനേജർ വിളിക്കുന്നു, നീ നിൽക്കുന്നുണ്ട്, ഞാൻ അസിസ്റ്റന്റ് മാനേജർ ആക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു മോട്ടിവേഷൻ. കുറച്ച് നാൾ ചെയ്യുന്നു, വീണ്ടും ഇൻട്രസ്റ്റ് ലെവൽ 0 ആയി. വീണ്ടും മാനേജറിലോട്ട് എത്തി. അപ്പം ഇതേപോലെ തന്നെ ഞാൻ ചോദിച്ച് മേടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ നടക്കാൻ താല്പര്യമില്ല, കാരണം ഐ ഡോണ്ട് വാണ്ട് ടു ബി വർക്കിംഗ്. എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെയാണ് സ്റ്റോർ മാനേജറിലോട്ട് എന്നെ കയറിയെന്ന് പറയാം. ഈ കയറി കഴിഞ്ഞിട്ടും എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊന്ന് സെറ്റ് ചെയ്യുക, അവിടെ അങ്ങോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. കാരണം ടീമെല്ലാം നമുക്കറിയാം, എനിക്കത് പറ്റുന്നില്ല. ഞാനൊരു ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് 0 മോട്ടിവേഷൻ, ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത സ്റ്റോറി അപ്പോൾ ഇങ്ങനെ ഞാൻ കമ്പനികൾ മാറി, പല കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നാളൊരു മോട്ടിവേഷൻ, ഡിഫറെൻറ്റ് സംഭവമല്ലേ. അപ്പോൾ കുറച്ച് നാൾ എക്സ്പീരിയൻസ് കിട്ടുന്നു, വീണ്ടും 0 മോട്ടിവേഷൻ. അപ്പോൾ അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു ഈ ഫീൽഡ് എന്റേതല്ല. അങ്ങനെ ഞാൻ ക്വിറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ ഹാപ്പി ആണോ? ഇപ്പൊ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ, അതായത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് വലിയൊരു കടമ്പയാണ്. എനിക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോഴും, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ്, പല കാര്യങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിലാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ചു, അത് ഒരു വലിയൊരു മോട്ടിവേഷൻ ആണല്ലേ. നമ്മുടെ ഡിഫിക്കൽട്ട് ടൈമിലൂടെ പോകുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. വളരെ കറക്റ്റാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ കംഫർട്ട് സോണിൽ നിൽക്കുമ്പോൾ അടുത്തൊരു റിസ്ക് എന്തിനാണ് എന്നൊരു തോന്നലുണ്ട്. പക്ഷേ റിസ്കിൽ നിൽക്കുമ്പോൾ എന്താണ് അടുത്ത നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് നോക്കി ഞാൻ എന്നെ എങ്ങനെയല്ലേ റിസ്കിലാക്കാനുള്ളത്. കാരണം ഞാൻ എന്നും വളർന്നതും ഇന്ന് വരെ ഞാൻ നിന്ന് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് കംഫർട്ട് സോണിൽ ജീവിച്ചു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം കംഫർട്ട് സോണിലൂടെ നമ്മളിങ്ങനെ പോയി എല്ലാത്തിനും വീട്ടുകാരെല്ലാം ചെയ്തു തന്നു കുഞ്ഞിലേ മുതൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ വലുതായപ്പോൾ തന്നെ എങ്ങനെയൊക്കെയോ UK അതും ഇവിടുത്തെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കയറി തന്നാണ് ഇവിടെ വന്നത്. അക്കോമഡേഷൻ ഇവിടെ ഉണ്ട്. ഒരു കഷ്ടപ്പാടും അറിയാതെ ഇങ്ങനെ വളർന്നു വന്ന എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. അതെ, മനസ്സിലാവും. ഇല്ലേ, ഞാൻ ചോദിക്കുന്നേ ബ്രോ, ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ ബ്രോയുടെ മനസ്സിൽ എന്താണ് അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് എന്താണ്? ഇപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ മണി, ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും പൈസയ്ക്കാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ അതല്ലാതെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ജോലി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിവാർഡ് എന്ന് പറയുന്നത് സീരിയസ്ലി പോസിറ്റിവിറ്റിയാണ്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പലരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. എൻ്റെ ജോലി സ്ഥലത്ത് പല ചോദ്യങ്ങൾ ചോദിക്കുന്നവരും അഡ്വൈസ് ചോദിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊരു അഡ്വൈസ് കൊടുക്കുമ്പോൾ അവർ തരുന്നൊരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായി. അതോടൊപ്പം തന്നെ എന്നാൽ ചില സമയത്ത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനും ഉണ്ട്. കാരണം പല മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോഴത്തേനും ഞാൻ മൾട്ടി ടാസ്കറേ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ജസ്റ്റ് ഫോക്കസ് ഓൺ വൺ തിങ് അറ്റ് എ ടൈം. മറ്റേ സൈഡ് അവിടെ നിൽക്കട്ടെ, പറ്റുന്നെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യത്തിലും സ്ട്രെസ് എടുക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസിയായി മാറും. ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ ജോലി കൊണ്ട് പഠിച്ചാണ്. അപ്പം അതാണ് സംഭവം. ബ്രോയ്ക്ക് എന്താണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ജോലിയിലുള്ള ഇപ്പൊ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എന്താണ്? അതാ പറഞ്ഞ ബ്രോ, അതായത് ഞാൻ ഇതിനു മുമ്പേ എല്ലാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള വാല്യൂ ഉണ്ടോ എന്ന് ഫീൽ ചെയ്യാറുണ്ട്.
നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഈ ഒരു സ്റ്റോറിന് ഇത്രയും സെയിൽസ് ആയി എല്ലാമായി, അപ്പോൾ വാട്ട് ആം ഐ ഗെറ്റിംഗ്? ഒന്നുമില്ല എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം ചെയ്ത് നല്ലൊരു ടീം എല്ലാം ബിൽഡ് ചെയ്താൽ പോലും എൻഡ് ഓഫ് ദ ഡേ ഒരു ചെറിയ സംഭവം നടന്നാൽ മതി നമ്മുടെ മേളിലിരിക്കുന്ന ഒരു ചവിട്ടി നമ്മളങ്ങ് താഴ്ത്തും. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഹിയർ? സീറോ എന്നുള്ളൊരു തോന്നൽ. അബ്സല്യൂട്ട്ലി വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. കാരണം ഞാനും എൻ്റെ ലൈഫിൽ നിന്ന് ജോലിയിൽ നിന്ന് പഠിച്ച ഒരു കാര്യം അതാണ്. പ്ലീസ്, നമ്മൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക, അത് വേണം, ആത്മാർത്ഥത വേണം, നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്യണം. പക്ഷേ അതിനപ്പുറം നമ്മളുടെ ഒരു ഇമോഷണൽ എഫേർട്ടും നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു എഫേർട്ട് ഒരു സാധനത്തിൽ ഇടരുതെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ വൺസ് യു കം ഔട്ട്, സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ്, യു ഹാവ് ടു ഹാവ് ഫ്രീ മൈൻഡ്. യെസ്, പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, വളരെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവർക്കത് നോർമലായിരിക്കാം, കാരണം ഈ വർക്കിനെ വീട്ടിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊരു കോമൺ ഡിസ്കഷൻ, ഇന്ന് മറ്റവൻ്റെ ഷിഫ്റ്റിൽ അവൻ ഇത് ചെയ്തു, ഇതെല്ലാം എന്നെ സംബന്ധിച്ച് നോൺസെൻസ്. കാരണം നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയാണ് കുറേ. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ജീവിക്കുകയാണ്, ആ ജോലിയുടെ അകത്ത് തന്നെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ജോലിയിൽ കയറിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മേളിൽ നിന്ന് ആരും കണവണ പറയുന്നില്ല, നമ്മളാണ് ബോസ്, നമ്മൾ തന്നെ ലീവ് വിളിച്ച് പറഞ്ഞാൽ മതി, നമ്മളെ പിന്നെ പേടിച്ചിരിക്കുന്ന അല്ല. അപ്പം അതെ അതെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ നമ്മൾ ഒരാൾ പഠിച്ച് പാസ്സാകുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് നമുക്കും കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്, റിവാർഡാണ്. അപ്പം യെസ്, അപ്പൊ അവർക്കും സന്തോഷം, നമുക്ക് തന്നു. അപ്പൊ അതാണ് എന്നെ ഇപ്പോ ഈ പറഞ്ഞ പോലെ നിലവിൽ അതൊക്കെയാണ് ബ്രോ. ഞാനും അതൊക്കെ സത്യം പറയാം, ഇതാണ് ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് 100%. അതാണ് ഐ തിങ്ക് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഒരാൾ വന്ന് പല ആൾക്കാരും അത് ഇവിടെ പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഏറ്റവും വലിയ ഗുണം എന്തോന്ന് അറിയാം, എന്തുകൊണ്ട് റെസ്പോൺസ് കൊടുക്കാം. അതെ, ഞാൻ പഠിച്ചു തുടങ്ങി. ഞാൻ പണ്ട് ഒരിക്കലും ഒരാളെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഒരാളോട് ഒരു ഇത് തോന്നിയാൽ കൃത്യമായിട്ട് ഉറക്കം വിളിച്ചു പറയാം, യു ഡൺ ഇറ്റ് വെരി വെൽ, കൺഗ്രാജുലേഷൻ, സൂപ്പർ, അല്ലെങ്കിൽ നീ അച്ചീവ് ചെയ്തു. നമ്മുടെ മനസ്സിൽ തോന്നും. ചുമ്മാ നടന്ന് ഈ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരാൾ തോന്നുന്ന ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് വരും വർക്ക് എൻവയോൺമെന്റിൽ, അല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒരു അത്യാവശ്യം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഈ വളരെ കോൺവെർസേഷൻ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുറകെ അറിയാലോ. അപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്നവരോട് എനിക്ക് കോൺവെർസേഷൻ വളരെ കുറവാണ്. ഞാൻ പ്യുവർലി വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ അത് ഇന്ന കാര്യങ്ങളെ സംസാരിക്കുള്ളൂ. പക്ഷേ ചിലർക്ക് അത് പോരാ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ചിലർക്ക് ആക്ച്വലി ദേ നീഡ് ദാറ്റ് പോസിറ്റീവ് അപ്രോച്ച്. അപ്പോൾ ഉദാഹരണത്തിന് ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്തത്, കൊള്ളാം കേട്ടോ, നന്നായിരുന്നു പറയുമ്പോൾ പിന്നെ അവരുടെ ഒരു പ്രോഗ്രഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതാ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രധാന കാര്യം ഇതാണ്. അവിടെ കട്ടിയല്ല, പറഞ്ഞൊരു പോയിന്റിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് പല ആൾക്കാരും പലതാണ്. ആൾക്കാരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ജോലി, അല്ലേ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ ഒന്ന് മനസ്സിലാക്കുക, നല്ലപോലെ മനസ്സിലാക്കിയിട്ട് അവരുടെ നീഡ് എന്താണ് അതനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ തന്നെ നല്ലതാണ്. 100%. എന്തിനാണ് വെറുതെ ആൾക്കാർക്ക് നെഗറ്റിവിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു അതെ. അല്ല, അതാ ഞാൻ പറഞ്ഞു ബ്രോ. അതായത് വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ മറ്റേ ഇതിലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ 65-70% ആൾക്കാർ ഹാപ്പിയാണ് വർക്ക് ലൈഫിൽ. അപ്പം അത് നല്ലൊരു കാര്യമാണ് ആക്ച്വലി. പക്ഷേ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ വർക്ക് ലൈഫിൽ ഹാപ്പി ആവുന്നത് ഈസ് ഇറ്റ് ബിക്കോസ് നിങ്ങൾ വർക്കിൽ ശരിക്കും ഹാപ്പി ആയിട്ടാണോ അതോ നിങ്ങൾക്ക് കിട്ടുന്ന മണി കൊണ്ടാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബ്രോയ്ക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ആ ചോദ്യം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം. ഐ തിങ്ക് അവരെ കമന്റ് ചെയ്യട്ടെ. തീർച്ചയായിട്ടും, ഇല്ലേ? അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കോൺവെർസേഷൻ എൻജോയ് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് വല്ലതും വേണമെങ്കിൽ പറയാം. അതെ, അതോടൊപ്പം ഈ പറഞ്ഞ പോലുള്ള നമ്മുടെ വീഡിയോസിന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ പ്ലസ് അതാണ്, നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു അതിൽ തന്നെ കുറേ നേരം കോൺവെർസേഷൻസ്. അബ്സല്യൂട്ട്ലി. നമ്മളുടെ ചാനലിലെ ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ ഇന്നുവരെ ഒരു വീഡിയോ ചെയ്യുന്നത് അതൊരു ഗിമിക്കിന് വേണ്ടിയോ ഒരു വൈറൽ ഹിറ്റിന് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് തോന്നിയ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെന്നും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഗ്രോ ചെയ്യേണ്ടത് ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക. കാരണം ഒത്തിരി ആൾക്കാർ ഫോളോ ചെയ്യാത്തവരുണ്ട്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തും പറയാം. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ മറുപടി പറയുന്നതാണ്. താങ്ക് യു സോ മച്ച്. അല്ലേ? അതെ. സോ ലെറ്റ്സ് ടൈ അപ്പ് ഫോർ അനദർ അമേസിംഗ് വീഡിയോസ്.